പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 10-ാം തീയതി തിങ്കളാഴ്ച. കർത്താവെ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ ദിവസം അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ വചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാൻ കൃപ നൽകണമേ. ഞങ്ങളിന്ന് പോകുന്നിടത്തെല്ലാം ഈശോയുടെ സാന്നിധ്യം സജീവമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം തിരുവചനം ഇന്ന് ധ്യാനിക്കാം. പുറമേ നിന്നും ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. മറ്റാരും ശ്രദ്ധിക്കാനില്ലാത്ത നേരത്തും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നാം എങ്ങനെ പെരുമാറുന്നുവോ അതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. നമ്മുടെ ഹൃദയം വചനങ്ങൾ കൊണ്ടും സത്ചിന്തകൾ കൊണ്ടും നിറച്ചാൽ മാത്രമേ അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ ദൈവമക്കൾക്ക് ചേരുന്ന വാക്കുകളും പെരുമാറ്റങ്ങളും പുറത്തു വരൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ സ്നേഹത്താലും വചനങ്ങളാലും നിറയ്ക്കണമേ. ഏത് സാഹചര്യത്തിലും അവിടത്തേക്ക് ചേരുന്നവ മാത്രം സംസാരിക്കാനും പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.